ഹലോ ഫ്രണ്ട്സ്, ബ്രില്യൻ PSC കോച്ചിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 10th പ്രിലിമിനറി എക്സാമിന്റെ കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. 2019 WHO ചീഫ് സയന്റിസ്റ്റായി നിയമിതമായ ഇന്ത്യൻ വനിതയാണ് സൗമ്യ സ്വാമിനാഥൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ട. ക്വസ്റ്റ്യൻ നമ്പർ 4. 2024 ഒളിമ്പിക്സിന്റെ വേദിയാണ് പാരീസ്. ക്വസ്റ്റ്യൻ നമ്പർ 5. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് മൃതസഞ്ജീവിനി. ക്വസ്റ്റ്യൻ നമ്പർ 6. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21. ക്വസ്റ്റ്യൻ നമ്പർ 7. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറേക് ജോസഫ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളാണ് ഇംഗ്ലണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. 2022 രാജ്യത്ത് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ്, സിവാലിക്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞമാണ്. ഡി. ക്വസ്റ്റ്യൻ നമ്പർ 13. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? നാഗ്പൂരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. ക്വസ്റ്റ്യൻ നമ്പർ 16. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. 3 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാലാണ് ഇന്ദിരാഗാന്ധി കനാല്. ചോദ്യം 20. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ചോദ്യം 21. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചോദ്യം 23. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42. 24. ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ചോദ്യം 25. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005. 26. ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. 27. ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24. ചോദ്യം 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര.
29ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ. ചോദ്യം 30, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശമാണ്. ചോദ്യം 31, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ചോദ്യം 32, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെയാണ്. ചോദ്യം 33, ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘനം പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 6-നാണ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 6. ചോദ്യം 34, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. 35ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ അസഫ് അലിയെ. 36ാമത്തെ ചോദ്യം, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡല്യു. 37ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുക്കാത്തത് ആരാണ്? BR അംബേദ്കർ ആണ്. 38ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗ് പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലറ്റ് നിയമം. 39ാമത്തെ ചോദ്യം, വിധിയുമായൊരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ചോദ്യം 40, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉദ്ധം സിംഗ്. 41ാമത്തെ ചോദ്യമാണ്, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. 42ാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. 44ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. പാമ്പാറാണ്. 45ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. 46ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. 47ാമത്തെ ചോദ്യം, പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശം. 48ാമത്തെ ചോദ്യം, കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. 49ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ചോദ്യം 50ാമത്തെ, ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? OM നമ്പ്യാർ. ചോദ്യം 51, ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ചോദ്യം 52ാമത്തെ, കന്യാകുമാരിയിലെ ശാസ്താം കോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ചോദ്യം 53, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ചോദ്യം 54, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 55ാമത്തെ ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പൊയ്കയിൽ കുമാരഗുരുവാണ്. 56ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ചോദ്യം 57, ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ
തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദറാണ്. ചോദ്യം 58. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ചോദ്യം 59. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. ചോദ്യം 60. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പിസ്വാമികൾ. ചോദ്യം 61. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. 62. ചോദ്യം. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. 63. ചോദ്യമാണ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡ്. 64. ചോദ്യം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24. 65. ചോദ്യം. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം D. ചോദ്യം 66. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 6.5 മുതൽ 7.5 വരെയാണ്. ചോദ്യം 67. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എപ്പിഫൈറ്റുകളാണ്. എപ്പിഫൈറ്റുകൾ. ചോദ്യം 68. ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഉരുളക്കിഴങ്ങ്. ചോദ്യം 69. പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഹരിത. ചോദ്യം 70. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഓപ്ഷൻ ബി ആണ്. ചാവക്കാട് ഓറഞ്ച്, ഇൻഡു, വെസ്റ്റ് കോസ്റ്റ് ടോൾ. ചോദ്യം 71. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. ചോദ്യം 72. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ചോദ്യം 72. ബോക്സൈറ്റ് എന്നത് ഏതിന്റെ? ചോദ്യം 72. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെയാണ്. ചോദ്യം 73. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പരിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് മോസ്ലി. ഓപ്ഷൻ സി. ചോദ്യം 74. ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3. ചോദ്യം 75. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. NaHCO3 ആണ്. ചോദ്യം 76. ഊർജത്തിന്റെ ഡൈമെൻഷൻ സമവാക്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 77. ചോദ്യം. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? ഓപ്ഷൻ എ ആണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 78. ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ജലമാണ്. ചോദ്യം 79. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷാണ്. ഓപ്ഷൻ എ ഗുരുത്വ ബലമാണ്. ഗുരുത്വ ബലം. 80. ചോദ്യം. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 81. 1,00,000-ൽ എത്ര 1000 ഉണ്ടെന്നാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. 100 ആയിരങ്ങളാണ്. 82. ചോദ്യം. 80 - 8 ഹരണം 2 × 3. ഓപ്ഷൻ സി 28 ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.